ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിൻ്റെ 5th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ യോന എന്ന് പറയുന്ന ഒരു ലേഡി ഒരു വാമ്പയർ ആണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ സാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല യൂജൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും യോന അവന് ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ സിയോൾ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ മൂവി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവൾ കാറിലേക്ക് കയറുന്ന സമയത്ത് അവളുടെ ഫാൻ കൊടുത്ത ഒരു ഗിഫ്റ്റ് അവൾ ഒരു കാറിൽ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അത് സാധാരണ ഒരു ഗിഫ്റ്റ് അല്ലെന്നും അതിൽ ഒരു ചത്ത പക്ഷീനെ വെച്ചിട്ട് അവളെ കുറെ ട്രെറ്റൻ ചെയ്യുന്ന രീതിയിൽ ബ്ലഡ് കൊണ്ടൊക്കെ അത് കോറിയിട്ടിരിക്കുന്ന ആ ഒരു ബോക്സ് കണ്ടിട്ട് അവൾ വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്താകട്ടെ അങ്ങനെ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ യങ് റെൻ എന്ന് പറയുന്ന ഒരു ലേഡി വരുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള സിയോളയുടെ സ്വന്തം ചേച്ചിയും അവളുടെ ഏജൻസിയുടെ സിഇഒയും ആണ്. അങ്ങനെ അവൾ സാനിനെയും ഹ്യങ്ങിനെയും വോളിനെയും കണ്ടിട്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഈ സിയോള എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിന്റെ അറ്റൻഷൻ കിട്ടാനായിട്ട് ഒരു സൈക്കോ ആയിട്ടുള്ള അവളുടെ ഒരു ഫാൻ അവളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത റാൻഡം ആയിട്ടുള്ള 10 പേരെ കൊന്നിട്ട് അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 പേരിനെ കൊന്നതിന്റെ പേരിൽ പോലീസ് അന്ന് അവൻ അറസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ സിയോളയുടെ ലൈഫ് റിസ്കിലാണെന്നും അതിന് ഒരു വാർണിംഗ് ആയിട്ടായിരിക്കാം അവൻ ആ ഒരു ചത്ത കിളീനെ ഗിഫ്റ്റിൽ പൊതിഞ്ഞ് അയച്ചതെന്നും അവളുടെ ചേച്ചിയായിട്ടുള്ള യങ് റെൻ പറയുമ്പോൾ എന്നാ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോലീസിനെ അറിയിച്ചുകൂടെ എന്ന് അവര് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിക് ആയിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് അവളുടെ കരിയറിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ സീക്രട്ട് ആയിട്ട് തന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും എന്ന വിശ്വാസത്തിലാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് യങ് റെൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. കൂടാതെ എന്ത് വില കൊടുത്തും അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ 3 പേരും കൂടിയിട്ട് ഷൂട്ടിംഗ് സെറ്റിലേക്ക് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് 3 പേര് അങ്ങനെ വന്ന് നിൽക്കുന്നത് സിയോളാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളുടെ സിസ്റ്റർ ആകട്ടെ ഈ ഒരു ടൈമിൽ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവളെ കൺവിൻസ് ചെയ്ത് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സീക്രട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സാനിനെ അവളുടെ മാനേജറായിട്ടും വോളിനെ അവളുടെ പുതിയ സ്റ്റൈലിസ്റ്റ് ആയിട്ടും അവളുടെ പഴയ മാനേജർ ആയിട്ടുള്ള മിൻസു എന്ന് പറയുന്ന ആൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഹ്യങ് ആകട്ടെ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ആ ഒരു ചത്ത പക്ഷിയുടെ ഗിഫ്റ്റ് ബോക്സ് ആ ഒരു ഡോക്ടറിന് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയം ആ ഒരു ബോക്സിൽ നിന്ന് ആ ഒരു ബേർഡിനെ കുത്തിയ നിലയിലുള്ള ഒരു നീഡില് ആ ഒരു ഡോക്ടർ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബോക്സിന് ഏറ്റവും അടിയിലായിട്ട് ഇവരാരും കാണാത്ത നിലയിൽ ഒരു ടാരറ്റ് കാർഡ് ഉള്ളതായിട്ടും ഡോക്ടർ കണ്ടിട്ട് അതെടുത്ത് നോക്കുമ്പോൾ അത് മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ ഒരു സാനിന്റെ അടുത്ത് പറയുമ്പോൾ ഒന്നെങ്കിൽ അവളെ കൊല്ലാനായിട്ടുള്ള ഒരു വാർണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷെ അവളുടെ ഒരു കരിയറിൽ നിന്ന് അവളെ പിടിച്ച് ഏറ്റവും താഴത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമോ ആയിരിക്കാം ഇതെന്ന് അവനും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് വർക്കിന്റെ ഇടയിൽ വെച്ചിട്ട് സാൻ അവളുടെ പഴയ മാനേജറായിട്ടുള്ള മിൻസു ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു ആക്ട്രസിന് ചുറ്റുമുള്ള ആരെങ്കിലും എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ആ മിൻസുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ സംശയിക്കത്തക്ക രീതിയിൽ സിയോളയുടെ ചുറ്റും ആരെയും തന്നെ കണ്ടിട്ടില്ലെന്നും മിൻസു പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് സിയോളയുടെ എക്സ് ബോയ് ഫ്രണ്ടും ഇപ്പോൾ അവളുടെ കോ വർക്കറുമായിട്ടുള്ള പാർക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് വളരെ ഓവറായിട്ട് തന്നെ അവൻ സിയോ ആയിട്ട് സംസാരിക്കുമ്പോൾ അതിലൊട്ടും തന്നെ കംഫർട്ടബിൾ അല്ലാതെ അവളും ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വൂളിനെ കാണാനായിട്ട് ആ ഒരു ഫിലിമിൽ സപ്പോർട്ട് റോൾ ചെയ്തുകൊണ്ടിരുന്ന ചേ എന്ന് പറയുന്ന മറ്റൊരു ആക്ട്രസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതേ ടൈമിൽ അവളുടെ ഭയങ്കരമായിട്ടുള്ള പെർഫ്യൂമിന്റെ സ്മെല്ല് കാരണം വൂള് ആകെ അൺകംഫർട്ടബിൾ ആകുന്നുണ്ട്. ഇതേ സമയം തന്നെ ചേ പാർക്കും സിയോളായും തമ്മിൽ പണ്ട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും പക്ഷെ ഇപ്പോൾ അവർ ബ്രേക്കപ്പ് ആയെങ്കിലും പാർക്കിന് ഇപ്പോഴും അവളുടെ അടുത്ത് സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ വൂള് സിയോളാക്ക് വേണ്ടിയിട്ടുള്ള കോഫി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ സാനും അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് സാനിന് ചില പ്രത്യേക സൗണ്ടുകളൊക്കെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മാത്രമല്ല അവന്റെ മൈൻഡിലേക്ക് എന്തൊക്കെ വിഷൻ വരുന്നത് പോലെ അവനിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ നോക്കി നിൽക്കെ തന്നെ താഴെ ഇരുന്ന സിയോളയുടെ മേത്തേക്ക് മുകളിൽ നിന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു കഷ്ണം താഴേക്ക് അവളെ ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ വീഴുന്നത് സാൻ കാണുന്നുണ്ട്. ഇത് കണ്ട ടൈമിൽ തന്നെ അവൻ അവന്റെ ലൈഫ് പോലും നോക്കാതെ വേഗം ചെന്നിട്ട് സിയോളാനെ ഉന്തിയിട്ട് അങ്ങനെ ആ ഒരു കഷ്ണം അവളുടെ മേത്ത് വീഴാതെ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു പീസ് അവർ പോയിട്ട് നോക്കുമ്പോഴാണ് അത് ശരിക്കും തന്നെ വീണതല്ലെന്നും ആരോ അതിന്റെ റോപ്പ് മനഃപൂർവ്വം തന്നെ കട്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്നും അവർക്ക് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് അവൻ ഹ്യങ്ങിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും അവൻ ആ ഒരു ആക്ട്രസിനെ കാണാനായിട്ട് പോകുമ്പോൾ ഈ
ഇപ്പോഴാണ് അവളുടെ ജീവൻ എത്രമാത്രം ഡേഞ്ചറിലാണെന്നുള്ളൊരു കാര്യം അവൾക്കും മനസ്സിലാകുന്നത്. മാത്രമല്ല തന്നെ രക്ഷിച്ചതിന് അവൾ അവനോട് താങ്ക്സും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവളും അവൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ട് അവൻ അവളെ ഷൂട്ട് ചെയ്യാനൊക്കെ അവളുടെ ഒരു മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവളുടെ കയ്യിലായിട്ട് ഉള്ളൊരു മുറിവും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വൂളിന്റെ ഒരു കോള് കിട്ടിയിട്ട് വേഗം തന്നെ അവർ സിയോളയുടെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മാനിക്കിനിൽ അവൾക്ക് ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് ആകെ കീറി നശിപ്പിച്ച് അത് ഫുള്ള് ബ്ലഡ് ആക്കിയ രീതിയിൽ വളരെ പേടിപ്പിക്കുന്ന ആ ഒരു കാഴ്ച ആ ഒരു നടിയുടെ വീട്ടിൽ വെച്ചിട്ട് അവർ കാണുന്നുണ്ട്. അതിലൂടെ തന്നെ സ്വന്തം അപ്പാർട്ട്മെന്റിൽ പോലും അവൾ ഇനി സേഫ് അല്ലെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ താനിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് സാനിനെ മാത്രമാണെന്നും അതുകൊണ്ട് സാനിനോട് ഇന്ന് നൈറ്റ് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നും അവൾ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും മിണ്ടാണ്ട് നിന്നെങ്കിലും പിന്നീട് അവളുടെ ലൈഫ് റിസ്കി ആയതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു ചത്ത പക്ഷിയുടെ കയ്യിൽ നമ്മളൊരു നീഡിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് സാധാരണ ഒരു നീഡിലല്ലെന്നും ഈ എക്യുപങ്ചറിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നീഡിലാണെന്നും ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകട്ടെ ഇതൊന്നും അറിയാതെ സാൻ സിയോളാനെ ഈ എക്യുപങ്ചറൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അവിടെ വെച്ച് ആ ഒരു സെഷന്റെ ഇടയിൽ അവൾ ഒറ്റയ്ക്കാകുന്ന സമയത്ത് ഓഫീസിലിരിക്കുന്ന അവളുടെ ചേച്ചിയും ഏജൻസിയുടെ സിഇഒ ആയിട്ടുള്ള യങ്റിങ്ങിനാകട്ടെ വേറെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആ ഒരു ഓഫീസിന്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ക്ലിനിക്കിലാകട്ടെ സിയോളാടെ നേർക്ക് മാസ്കും ഹൂഡിയൊക്കെ വെച്ച് ഒരാൾ വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ നേരം തന്നെ ഓഫീസിൽ ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് അവളുടെ ചേച്ചി തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് നിന്നും ഒരു മ്യൂസിക് എല്ലാം കേൾക്കുന്ന ഒരു ടോയ് അവൾക്ക് കിട്ടിയിട്ട് അവൾ അത് പ്ലേ ചെയ്ത് നോക്കുന്ന അതേ സമയം തന്നെ അത് പെട്ടെന്ന് അവളുടെ മുമ്പിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്ലിനിക്കിൽ നിന്ന് സിയോളാടെ ഒരു നിലവിളി കേട്ടിട്ട് വേഗം തന്നെ സാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ ഹൂഡിയെല്ലാം ധരിച്ച മാസ്ക് ഒക്കെ വെച്ച അയാളുടെ പ്രസൻസ് കേട്ടിട്ട് സാൻ അവനെ ചേസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് അവനെ പിടികൂടുമ്പോഴാണ് അത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും കോ സ്റ്റാറുമായിട്ടുള്ള മാർക്കാണെന്ന് സാനിന് മനസ്സിലാകുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് താൻ നീ വിചാരിച്ച പോലെ അവൾ ആക്രമിക്കാനൊന്നും വന്നതല്ലെന്നും അവളോട് തനിക്ക് പറയാനുള്ളതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും അവൻ പറയുന്നത്. കൂടുതലൊക്കെ അവനോട് ചോദിക്കുന്നേക്കാൾ മുമ്പ് തന്നെ അവർക്ക് വേറൊരു ഫോൺ കോൾ കിട്ടിയിട്ട് അതിൽ അവളുടെ ചേച്ചി ഇങ്ങനെ ഒരു പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്ന് അറിയുമ്പോൾ അവരെല്ലാവരും വേഗം തന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് തന്നെ അവൾക്ക് അത്രയും വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ചെറിയൊരു മൈനർ ഇഞ്ചുറി മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും വലിയ ഒരു ബോംബ് എക്സ്പ്ലോഷൻ നടന്നിട്ടും അവൾക്ക് അത്രയും വലിയ കാര്യമായിട്ടുള്ള മുറിവുകളൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് സാനിന് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് സാൻ ആ ഒരു ഓഫീസിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം അവിടെ കണ്ട ഒരു ബ്ലഡിന്റെ ആ ഒരു സെൻസോട് കൂടിയിട്ട് അവൻ ഈ വാമ്പയറിന്റെ പവേഴ്സ് ഒക്കെ വന്നിട്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവൻ കാണുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഒരു ഡ്രോവറിൽ നിന്ന് നല്ല മൂർച്ചയുള്ള ഒരു കത്തി പോലത്തെ ഒരു സോയും അവന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവളുടെ ചേച്ചിയായിട്ടുള്ള റിന്നും പണ്ട് ഒരു ആക്ട്രസ് ആയിരുന്നുവെന്നും ഒരു പക്ഷെ ഇപ്പോൾ തന്റെ അനീതി തന്നെക്കാളും നല്ലൊരു നിലയിൽ തന്നെക്കാളും മികച്ചൊരു രീതിയിൽ ഫേമസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ജലസിയും റിവെഞ്ചും ഒക്കെ തോന്നിയിട്ട് അവളുടെ ചേച്ചി ആയിട്ടുള്ള റിന്ന് തന്നെ ആയിരിക്കാം ഇതൊക്കെ ചെയ്തതെന്ന് അവർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബോംബ് എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ഇഞ്ചുറീസ് അവൾക്ക് പറ്റിയേനെ. മാത്രമല്ല ഇപ്പൊ ഇതാ അവളുടെ ഡ്രോവറിന്ന് മൂർച്ചയുള്ള ഒരു സോങ് കിട്ടിയതുകൊണ്ട് അതുപയോഗിച്ചിട്ടായിരിക്കാം അവള് ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് ആ ഒരു റോപ്പ് കട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു ബിൽഡിംഗ് പീസ് സിയോളയുടെ മേത്തേക്ക് വീഴാൻ പോയതെന്ന് അവര് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവര് സിയോളോട് പറഞ്ഞ് തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇതൊന്നും കേട്ടിട്ട് തനിക്ക് വിശ്വാസമാകുന്നില്ല എന്ന് പറഞ്ഞ് താൻ ഈ ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അവളുടെ ചേച്ചിയായിട്ടുള്ള റെന്നിനെയാണെന്ന് സിയോള ഇപ്പൊ പറയുന്നുണ്ട്. അവരെത്രയൊക്കെ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയപ്പോഴും തന്റെ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അവരോട് അവൾ പോയിക്കോളാൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഒരു ഷൂട്ടിങ്ങിനിടയിൽ അവൾ സാനിനെ കാണുമ്പോൾ നിന്നെ ഞാൻ ഇന്നലെ പിരിച്ചുവിട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ താൻ തുടങ്ങിയ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന ഉറച്ച വിശ്വാസത്തോടെ അവൾക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാതെ സാൻ അവിടെയുള്ള ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം തുടങ്ങി അവളെ ഇപ്പൊ കാറിൽ കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഷൂട്ടിങ്ങിനിടയിൽ അവളുടെ കോസ്റ്റാർ വന്ന് ഒരു കാറിന്റെ വാതിൽ തുറക്കാൻ ട്രൈ ചെയ്യുമ്പോഴാണ് അത് തുറക്കാൻ പറ്റാത്തതായിട്ടും അവൾ ആ ഒരു കാറിന്റെ ഉള്ളിൽ ലോക്ക്ഡ് ആയിട്ട് പോയതും നമ്മൾ അറിയുന്നത്. മാത്രമല്ല ആ ഒരു കാറിന്റെ ബാക്ക് സീറ്റിലായിട്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരെ കൊന്ന ആ ഒരു സൈക്കോയുടെ ഡെഡ് ബോഡി കൊടുക്കുന്നതും അവൾ കാണുന്നുണ്ട്. ഇതിലൂടെ തന്നെ നമ്മൾ ഇത്ര നേരം വിചാരിച്ച പോലെ ആ ഒരു സൈക്കോ അല്ല അവൾ ഫോളോ ചെയ്യുന്നതെന്ന് ക്ലിയർ ആണ്. മാത്രമല്ല ആ ഒരു കാറിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ബോംബ് വെറും 4 സെക്കൻഡുകൾക്കുള്ളിൽ പൊട്ടുമെന്നറിഞ്ഞിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഓടി മാറുമ്പോൾ സാൻ മാത്രം വീണ്ടും അവന്റെ ലൈഫ് പോലും നോക്കാതെ നേരെ ചെന്നിട്ട് ആ ഒരു കാറിന്റെ ഡോറ് തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് തലനാരിഴയ്ക്ക് അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഡിറ്റക്റ്റീവ് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല അവളുടെ പണ്ടത്തെ മാനേജറായിട്ടുള്ള മിൻസു ആണെന്ന് കാണാം. അവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് മിൻസു ആണെന്നും 10 വർഷങ്ങൾക്ക്
മുമ്പ് ആ ഒരു സൈക്കോ കൊന്ന പാവം സ്ത്രീകളില് ഒരാള് ഈ മിൻസുവിന്റെ സ്വന്തം അമ്മയായിരുന്നുവെന്നും അന്ന് മുതലേ തന്നെ തന്റെ അമ്മയെ കൊന്നതിനായിട്ടുള്ള റിവെഞ്ച് അവന് ആ ഒരു സൈക്കോയുടെ അടുത്തും അതിന് കാരണമായിട്ടുള്ള സിയോളയുടെ അടുത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളിങ്ങനെ കൊല്ലാൻ നോക്കിയതെന്നും പക്ഷെ അവൾക്ക് എന്നെ കൂടാതെ വേറെ കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളുടെ സിസ്റ്ററിനെ കാണാനായിട്ട് വരുമ്പോൾ അവിടെ സപ്പോർട്ട് ആക്ട്രസ് ആയിട്ടുള്ള ചെയ്യും വന്നിരിക്കുന്നത് അവര് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് സാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ഒരു ക്രൈമില് വേറൊരാളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ക്രൈം ചെയ്തത് മിൻസു അല്ലേ എന്ന് ചോദിച്ച് ആകെ ഡൗട്ടായിട്ട് നിൽക്കാണ് ആക്ട്രസ് ആയിട്ടുള്ള സിയോള. അപ്പോഴാണ് അവളുടെ തന്നെ താഴെ ഒരു ജൂനിയർ ആക്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചെയ്യാണ് അവൾ ഇതിനു മുമ്പ് കൊല്ലാനായിട്ട് നോക്കിയതെന്നും ആ ഒരു ചത്ത പക്ഷിയുടെ ഗിഫ്റ്റ് അവൾക്ക് അയച്ചു കൊടുത്തത് ചേ തന്നെയാണെന്നും അവൻ റിവീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു പക്ഷിയുടെ മേലെന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു നീഡിലിന് ഈ ചേ ഉപയോഗിക്കുന്ന അതേ പെർഫ്യൂമിന്റെ മണം തന്നെയായിരുന്നു. അവളുടെ പെർഫ്യൂമിന് സാധാരണ വിട്ടൊരു സ്മെല്ലുള്ള കാര്യം ഇതിന് മുമ്പത്തെ സീനിൽ നമ്മൾ കണ്ടതാണ്. മാത്രല്ല ഷൂട്ടിങ്ങിനിടയിൽ ആ ഒരു വലിയ ബിൽഡിംഗ് സിയോളയുടെ മേത്തേക്ക് വീഴാൻ പോയ സമയത്ത് എല്ലാവരും പാനിക്ഡ് ആയിട്ട് ഓടി നടക്കുമ്പോൾ ചേ മാത്രമാണ് അവിടെ മാറി നിന്ന് വേറൊരു എക്സ്പ്രഷൻ ഇട്ട് ആ ഒരു ബിൽഡിംഗ് അവളുടെ മേത്ത് വീഴാത്തതിന്റെ ആ ഒരു വിഷമത്തിൽ നിന്നതെന്നും സാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രല്ല അവൾ തന്നെയാണ് ആ ഒരു റോപ്പ് കട്ടേൻ ഉപയോഗിച്ച ആ ഒരു സോ അവളെ ചേച്ചിയുടെ റൂമിൽ കൊണ്ട് വെച്ച് ആ ഒരു ബോംബ് എക്സ്പ്ലോഷനും ഉണ്ടാക്കിയതെന്നും ഒക്കെ സാൻ പറയുമ്പോൾ ഇത്ര നാളായിട്ടും സിയോളാന്റെ അണ്ടറിൽ മാത്രമേ തനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നും ഒരു സീനിയർ മെയിൻ ആക്ട്രസ് ആവാനായിട്ട് തനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിലും സിയോള കാരണം കൊണ്ട് തനിക്ക് തന്റെ ചാൻസസ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നെന്നും അതുകൊണ്ടാണ് അങ്ങനെ അവളെ കൊല്ലാനായിട്ട് താൻ തീരുമാനിച്ചതെന്നും ചേ പറയുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ ഒരു ചെറിയ മൂവിയിൽ തന്നെ സിയോള അഭിനയിക്കാമെന്ന് വാക്ക് കൊടുത്തത് ആ ഒരു ഡയറക്ടറിന്റെ നെക്സ്റ്റ് മൂവിയിൽ മെയിൻ റോളിൽ ചേയെ വെക്കണം എന്ന ആ ഒരു ഡിമാൻഡിന്റെ പുറത്താണ് എന്ന് സാനിപ്പ റിവീൽ ചെയ്യുന്നത് കേട്ടിട്ട് ആകെ ഷോക്ഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്. താൻ സിയോളാനെ വെറുതെ തെറ്റിദ്ധരിച്ചതാണെന്നും തന്നോട് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള നല്ലൊരു ഫ്രണ്ടാണ് സിയോളാന്നും ഇപ്പോൾ അവൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രതികളെല്ലാം കണ്ടുപിടിച്ച് ആ ഒരു കേസ് ക്ലോസ് ചെയ്തതിന്റെ സമാധാനത്തിൽ സാൻ നിൽക്കുമ്പോഴാണ് യോന എന്ന് പറയുന്ന ആ ഒരു വാമ്പയറിന്റെ ഒരു കോള് അവന് കിട്ടുന്നത്. നമുക്ക് പരസ്പരം ഒന്നും കൂടി മനസ്സിലാക്കണ്ടേന്നും അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് സാനും അതിനൊക്കെ പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും യോന എന്തിനു വേണ്ടിയിട്ടാണ് സാനിനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞതെന്നും ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.